നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം പള്ളിക്കത്തോട് ഇളമ്പള്ളിയിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. ലോട്ടറി വിൽപ്പനക്കാരിയായ അമ്മയാണ് മകൻ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിലെ പ്രതി മകൻ പള്ളിക്കത്തോട് പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി. പള്ളിക്കത്തോട് 8-ാം വാർഡ് ഇളമ്പള്ളിയിൽ പുല്ലാനി തകിടിയിൽ ആടുകാണിയിൽ വീട്ടിൽ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. 45 വയസ്സായിരുന്നു. പ്രതിയായ മകൻ അരവിന്ദിന് 23 വയസ്സ്. പള്ളിക്കത്തോട് പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ വൈകിട്ട് 8 മണിയോടെയാണ് അതിദാരുണമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. പള്ളിക്കത്തോട് കവലയിലെ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്നു സിന്ധു. ഇവരുടെ മകന് ലഹരി ഉപയോഗം കാരണം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അയൽവാസികളടക്കം ഇപ്പോൾ പ്രതികരിക്കുന്നത്. പോലീസിന് ഈ ഒരു മൊഴി അയൽവാസികൾ നൽകിയിട്ടുണ്ട്. വൈകിട്ട് 8 മണിയോടെ സിന്ധുവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞ നാട്ടുകാരാണ് വിവരം പള്ളിക്കത്തോട് പോലീസിൽ അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയ ശേഷം നടത്തിയ തിരച്ചിലാണ് വീടിനുള്ളിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിനരികിൽ തന്നെ മകനും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സംഘം പ്രതിയായ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ നടത്തി. എന്തായാലും സ്വന്തം അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മകൻ അതിനരികിലിരിക്കുന്ന കാഴ്ചയാണ് പോലീസ് സംഘം കണ്ടത്. അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രതി ഈ ഒരു ഡ്രഗ്സിന് അടിമയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റ് നിയമ നടപടികളിലൊക്കെ പോലീസ് കടക്കുന്നുണ്ട്. അതേസമയം മഞ്ചേശ്വരത്തേക്ക് പോകാം. അവിടെ നിന്ന് വരുന്ന അതിക്രൂരമായ വാർത്ത. അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തി മകൻ. ഈ കേസിൽ പിടിയിലായ മെൽവിൻ മൊന്തേരോ ഇയാൾ കുറേ നാളുകളായി സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ആരോടും അടിപിടിക്കോ ബഹളത്തിനോ ഇയാൾ പോയതായി നാട്ടുകാർക്ക് അറിവില്ല. പോലീസും ഇത്തരത്തിലൊരു കാര്യം കണ്ടെത്തി. അതായത് നാട്ടുകാരോടോ അല്ലെങ്കിൽ ആരോടും അടിപിടിക്കോ ബഹളത്തിനോ ഒന്നും ഇയാൾ പോകാറില്ല. പക്ഷെ അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. നിർമ്മാണ തൊഴിലാളിയായിരുന്നു മെൽവിൻ. ഇയാൾക്ക് കുറച്ച് നാളുകളായി ജോലിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഇയാൾ ആരോട് സംസാരിക്കാറില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അയൽവാസികളോട് പോലും ഇയാൾ നേരിട്ട് സംസാരിക്കാറില്ല. കയ്യിൽ പണമില്ലാത്തപ്പോഴും ഇയാൾ പക്ഷെ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത്. എന്തായാലും കൊലപാതകം നടത്താനുള്ള കാരണം എന്ത്, ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇയാള് ആരോടും മിണ്ടാതെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടതുപോലെയായിരുന്നു എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. മെൽവിന്റെ പെരുമാറ്റം അത്തരത്തിലായിരുന്നു. കടുത്ത മാനസിക സംഘർഷം നേരിട്ടിരുന്നോ എന്നതടക്കമുള്ള സംശയവും നിലവിൽ പോലീസിനുണ്ട്. എന്തായാലും അമ്മയും മകനും തമ്മിൽ മറ്റ് അസ്വാരസ്യങ്ങൾ ഉള്ളതായോ വീട്ടിൽ വഴക്കുള്ളതായോ ഈ കാര്യത്തിലൊന്നും ആർക്കും അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളുമില്ല. മെൽവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് സംഘം പ്രതീക്ഷിക്കുന്നത്. മെൽവിനെ പോലീസ് അതിസാഹസികമായി തന്നെയാണ് പിടികൂടിയത്. ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയി. ഇത് മനസ്സിലാക്കിയ പോലീസ് അയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധന നടത്തുകയായിരുന്നു. മാത്രമല്ല ഇയാൾ നേരത്തെ ജോലി ചെയ്തിരുന്നിടത്തെല്ലാം സുഹൃത്തുക്കളെ ഉൾപ്പെടെ പോലീസ് കണ്ടു. ഇടയ്ക്കിടെ മെൽവിന്റെ ടവർ ലൊക്കേഷനും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ കൊലപാതകം കഴിഞ്ഞ ശേഷം ഓട്ടോയിലാണ് ഇയാൾ മഞ്ചേശ്വരത്തെത്തിയത്. അതിനുശേഷം മംഗളൂരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തുടർന്ന് പോലീസ് ആ വഴിക്കായിരുന്നു അന്വേഷണം നടത്തിയത്. എന്തായാലും ഇയാൾ ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ കർണാടകയിലെ കോറികളിൽ ജോലി തേടി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നതടക്കമുള്ള ഒരു വിവരം മെൽവിനുമായി പരിചയമുള്ളവർ പോലീസ് സംഘത്തോട് പറയുകയുണ്ടായി. അതോടെ ഉടുപ്പി കുന്താപുരം ഭാഗങ്ങളിലേക്കും തിരച്ചിൽ നീട്ടി. കയ്യിൽ പണമില്ലെന്ന് ഉറപ്പായതോടെ അത്ര വേഗം പ്രതിക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തുകയായിരുന്നു. മാത്രമല്ല ഈ ഇടയ്ക്കിടെ ഇയാളുടെ ഫോൺ ഓഫ് ചെയ്യുന്നതും അന്വേഷണ സംഘം ശ്രദ്ധിക്കുകയുണ്ടായി, നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സമയത്തും ഫോൺ ഓണാകുമ്പോൾ കാണുന്ന ലൊക്കേഷന്റെ ദിശ മനസ്സിലാക്കി പോലീസ് നീങ്ങി. അങ്ങനെയാണ് ഇയാളെ പിടിയിലായത്. ഇയാൾ ബൈന്ദൂരിനടുത്ത് നിന്നാണ് അറസ്റ്റിലായത്. അതേസമയം നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. ആന്ധ്രാപ്രദേശിൽ യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കനാലിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിലാണ് ഭാര്യയും കാമുകനും ചേർന്നാണ് ഇയാളെ വധിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു മാസം മുമ്പ് മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകം രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. അതേ സമാനമായ സംഭവമാണ് ആന്ധ്രാപ്രദേശിലും ഉണ്ടായിരിക്കുന്നത്. കർണൂലിൽ നിന്നുള്ള 23-കാരിയായ ഐശ്വര്യയും ലാൻഡ് സർവേയറും നർത്തകനും തെലങ്കാനയിലെ ഗഡ്വാൾ സ്വദേശിയുമായ തേജേശ്വറും തമ്മിലാണ് വിവാഹിതരാകുന്നത്. ഒരു മാസം കഴിഞ്ഞ് തേജേശ്വറിനെ കാണാതായി. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള തലത്തിൽ അന്വേഷണം നടക്കുന്നു.
കുടുംബം തന്നെ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതായത് ഭാര്യയ്ക്ക് ഈ ഒരു സംഭവത്തിൽ ഒരു പങ്കുണ്ടെന്നതടക്കമുള്ള ആരോപണം ഉണ്ടായി. ഐശ്വര്യയ്ക്ക് ബാങ്ക് മാനേജറായ തിരുമൽ റാവുവുമായി അടുപ്പമുണ്ടായിരുന്നു. ഇത് മറച്ചുവെച്ചാണ് തേജേശ്വരനെ വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഭർത്താവിനെ ഇല്ലാതാക്കാൻ റാവുവുമായി ചേർന്ന് കൊലപാതകത്തിനായി 3 പേരെ വാടകയ്ക്കെടുക്കാൻ ഐശ്വര്യ ഗൂഢാലോചന നടത്തിയെന്നതടക്കമുള്ള കണ്ടെത്തലിൽ അന്വേഷണ സംഘം എത്തി. തേജേശ്വരനെ ഇല്ലാതാക്കാൻ വായ്പ ആവശ്യപ്പെട്ട് സമീപിച്ച 3 പേർക്ക് ഇയാൾ 2 ലക്ഷം രൂപയാണ് അഡ്വാൻസ് കൊടുത്തത്. കൊലപാതകം തെളിയുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള പദ്ധതിയും റാവു തയ്യാറാക്കിയിരുന്നു. ഇയാൾ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ വായ്പ എടുക്കുകയും തനിക്കും ഐശ്വര്യയ്ക്കും ലഡാക്കിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു എന്നതടക്കമുള്ള കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തി. 8 വർഷം മുമ്പ് വിവാഹം കഴിച്ച ഭാര്യയെ ഇല്ലാതാക്കാൻ റാവു നേരത്തെ പദ്ധതിയിട്ടിരുന്നു എന്നതടക്കമുള്ള ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് പോലീസ് പിന്നീട് നടത്തിയത്. ഈ ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു. മാത്രമല്ല മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം, ഐശ്വര്യയുടെ അമ്മ സുജാതയുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. സുജാതയുടെ ബാങ്കിൽ തൂപ്പുകാരിയായി ജോലി ചെയ്യുകയായിരുന്നു. സുജാതയ്ക്ക് പകരം ഐശ്വര്യ ഈ ജോലിക്ക് വന്നപ്പോൾ ഇരുവരും തമ്മിൽ അടുക്കുകയായിരുന്നു. ഇവരുടെ അടുപ്പം വർദ്ധിക്കാൻ കാരണം ഇതായിരുന്നു. മകളോട് ബന്ധത്തിൽ നിന്ന് വേർപിരിയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. പക്ഷേ തേജേശ്വരനെ വിവാഹം കഴിക്കണമെന്ന നിർബന്ധത്തിലായിരുന്നു ഈ അമ്മയായിരുന്നത്. പക്ഷേ ഐശ്വര്യ ഇതിന് തയ്യാറായില്ല. ഫെബ്രുവരി 13 തേജേശ്വരുമായുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നു. പിന്നാലെ ഐശ്വര്യയെ കാണാതായതിനെ തുടർന്ന് വിവാഹം മാറ്റിവെച്ചു. അമ്മയ്ക്ക് സ്ത്രീധനം നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ ഒളിവിൽ പോയതെന്നും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും പിന്നീട് തേജേശ്വരനെ ഐശ്വര്യ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. മെയ് 18 ഇവരുടെ വിവാഹം നടക്കുന്നത്. ഈ ഫെബ്രുവരിക്കും ജൂണിനും ഇടയിൽ ഐശ്വര്യയും റാവുവും 2000 ഫോൺ കോളുകൾ സംസാരിച്ചു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ പോലീസ് നടത്തിയിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടും ഇവർ തമ്മിൽ സംസാരിക്കുമുണ്ടായിരുന്നു. താൻ അമ്മയുമായാണ് ഫോണിൽ സംസാരിക്കുന്നത് എന്നതടക്കമുള്ള ഒരു വിവരമാണ് ഐശ്വര്യ ഭർത്തൃ വീട്ടുകാരെ ധരിപ്പിച്ചത്. 1 മാസത്തിനു ശേഷം ജൂൺ 18 തേജേശ്വരനെ കാണാതാകുന്നു. ഭൂമി സർവേ നടത്താനുണ്ടെന്ന് പറഞ്ഞാണ് കൊട്ടേഷൻ സംഘം തേജേശ്വരനെ കാറിൽ കയറ്റി കൊണ്ടുപോയത്. ഇതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. മുൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന തേജേശ്വരനെ പിന്നിൽ നിന്ന് പിടിച്ചുകെട്ടി കഴുത്തറുക്കുകയായിരുന്നു. മരണം ഉറപ്പാക്കാൻ വയറ് കീറി. സംഭവം ഫോണിലൂടെ തത്സമയം റാവുവിനെ കാണിച്ച ശേഷം ഫോൺ പിന്നീട് കനാലിൽ ഉപേക്ഷിച്ചു. ഒഴിഞ്ഞ പറമ്പിൽ കുഴിച്ചിടാനായിരുന്നു ആദ്യം പദ്ധതി. അവിടെ ആളുകളെ കണ്ടതോടെ ആ പദ്ധതി ഉപേക്ഷിച്ചു. പിന്നീടാണ് മൃതദേഹം കനാലിൽ ഉപേക്ഷിച്ചത്. മൃതദേഹം കണ്ടെത്തുമ്പോഴേക്കും അത് ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.